അരനൂറ്റാണ്ടിൻ്റെ വാദ്യകലാ പാരമ്പര്യത്തിന് ലഭിച്ച അംഗീകാരത്തിൻ്റെ സന്തോഷ നിറവിലാണ് പ്രസിദ്ധ വാദ്യകലാകാരൻ തിരുവല്ല രാധാകൃഷ്ണൻ. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങൾക്ക് മുന്നിൽ നിന്ന് താളവിസ്മയം തീർത്ത് ആസ്വാദകരെ ഹരം കൊള്ളിച്ച തിരുവല്ല രാധാകൃഷ്ണൻ സംഗീത അക്കാദമി പുരസ്കാരം നേടി. അത് അദ്ദേഹത്തിന് വൈകിയെത്തിയ ഒരു അംഗീകാരമാണ്. ആയിരത്തി 1976 ഗുരുവിന്റെ കയ്യിൽ നിന്ന് ചെണ്ടക്കോൽ ഏറ്റുവാങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുടങ്ങിയ വാദ്യകലാ ജീവിതം. പിന്നീട് അങ്ങോട്ട് വർഷങ്ങളുടെ പ്രയത്നം. സംഗീത നാടക അക്കാദമി പുരസ്കാരം തിരുവല്ല രാധാകൃഷ്ണൻ എന്ന ഈ പ്രതിഭയെ തേടിയെത്തുമ്പോൾ ഓർമ്മകളുടെ മേളപ്പെരുക്കം. ആദ്യം ഓർത്തത് മൺമറഞ്ഞുപോയ സ്വന്തം ഗുരുവിനെ. തിരുവപ്പുര രാമപുതുവാള് ഞാനത് കിട്ടിയാണ്. നമ്മളെ ആശാന്റെ ആ ഒരു പ്രത്യേക നമ്മുടെ ആ അനുഗ്രഹം കൊണ്ടാണല്ലോ ഇതൊക്കെ വരുന്നതും. പിന്നെ ദൈവാധീനം, കാരണം പഠിപ്പിച്ച് ആ രീതിക്കനുസരിച്ച് നമുക്ക് മേപ്പോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടായി. അത് നിരവധി ക്ഷേത്രോത്സവങ്ങളിൽ മേളപ്രമാണിയായി ആസ്വാദകരെ ഹരം കൊള്ളിച്ചു. KSRTCയിലെ ജോലിയും മേളവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഏറെ കഷ്ടപ്പെട്ട ആ നാളുകളെ കുറിച്ച്. ഇപ്പോൾ ചിലപ്പോൾ ലീവ് കിട്ടില്ല. അങ്ങനെ വരുമ്പം അത് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് 24 ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അങ്ങനെ സൂപ്രണ്ടൊക്കെ പറഞ്ഞ് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകത്തക്ക രീതിയിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നേരെ ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പരിപാടിക്കും പോകും, വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ത്യാഗം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലൊരു വിഷമം തങ്ങി നിൽക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളത്തിൽ ഇപ്പോൾ കൊട്ടാനാകുന്നില്ല. ഇപ്പം ഞാൻ കൊട്ടി തീർത്തത് 34 വർഷമായിരുന്നു. അപ്പോൾ അവരെന്തോ കാരണം പറയുന്നില്ല, എന്താണെന്നറിയില്ല. തിരുവല്ല ഇപ്പം തൽക്കാലം വേണ്ടാന്നൊരു ഭാഷയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഭാഗവതി അനുഗ്രഹിക്കുക, ഇപ്പോൾ അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടെ വന്നപ്പോൾ എനിക്കത് സന്തോഷമായി. മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, എന്താ മാറ്റി നിർത്തിയെന്നുള്ളത്. പുരസ്കാര ലബ്ധിയിൽ കൂടുതൽ എളിമയോടെ വാദ്യവിസ്മയം തീർക്കുന്ന കലാകാരന് 24ന്റെ ആശംസകൾ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.